രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തി വാർത്ത നൽകിയ മാതൃഭൂമി പത്രത്തിനെതിരെ ബി.ജെ.പി. നേതാക്കൾ. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രനാണ് ആദ്യം രംഗത്ത് വന്നത്. അതിന് പിന്നാലെയാണ് ആർ.എസ്.എസ്. ബി.ജെ.പി. പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിലൂടെ പത്രം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പ്രചാരണം ആരംഭിച്ചത്. മാതൃഭൂമിയുടെ നിലപാട് പരിഷ്കൃത സമൂഹം അംഗീകരിക്കുമെന്ന് കരുതാനാവില്ല എന്നാണ് കെ. സുരേന്ദ്രൻ ഫേസ്ബുക്കിലൂടെ കുറിച്ചത്. മാതൃഭൂമിക്ക് വലിയൊരു ദേശീയ പാരമ്പര്യം ഉണ്ടെന്നും ഇപ്പോഴത്തെ നടത്തിപ്പുകാർ അക്കാര്യം വിസ്മരിച്ച് പ്രവർത്തിക്കുന്നത് ഖേദകരമാണെന്നും മാത്രം മിതമായ വാക്കുകളിൽ ഓർമ്മിപ്പിക്കുന്നുവെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം മാതൃഭൂമി ദിനപത്രത്തിന്റെ വായന അവസാനിപ്പിക്കുന്നുവെന്നാണ് മുൻ കേന്ദ്രമന്ത്രിയായ വി. മുരളീധരൻ പറഞ്ഞത്. ഏകപക്ഷീയമായി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയെ വാനോളം പുകഴ്ത്തുകയും മൂന്നാം തവണയും ജനം അധികാരത്തിലേറ്റിയ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്ത സമീപനം മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ്. രാഹുൽ ഗാന്ധി എന്ന അപക്വമതിയായ രാഷ്ട്രീയക്കാരന് ഒന്നാം പേജിൽ നന്ദി രേഖപ്പെടുത്തുന്നതിലൂടെ മാതൃഭൂമി അരാജകവാദികളുടെ പക്ഷത്താണെന്ന് തെളിയിച്ചിരിക്കുകയാണെന്നും വി. മുരളീധരൻ പ്രതികരിച്ചു. മാതൃഭൂമി പത്രവായന അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വി. മുരളീധരൻ മാതൃഭൂമി പത്രാധിപർക്ക് കത്തയച്ചിരുന്നു. അദ്ദേഹം അയച്ച ആ തുറന്ന കത്ത് ഒന്ന് നോക്കാം. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിനൊപ്പം നിന്ന മാതൃഭൂമി ദിനപത്രത്തെ വലിയ ആദരവോടെയാണ് വ്യക്തിപരമായി നോക്കിക്കണ്ടിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് ആരംഭിക്കുന്നത്. ഏതാണ്ട് 5 ദശാബ്ദത്തോളം മാതൃഭൂമി പത്രത്തിൻ്റെ വരിക്കാരനുമായിരുന്നു ഈ ഞാൻ. എന്നാൽ ആ പതിവ് ഇനി ഉപേക്ഷിക്കാനാണ് തീരുമാനം. ജൂലൈ 2 മാതൃഭൂമി പത്രത്തിന്റെ മുൻ പേജ് തന്നെ മാധ്യമധർമ്മം അപ്പാടെ മറന്നതായിരുന്നു. മാധ്യമനയം തീരുമാനിക്കാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു. പക്ഷേ പത്രത്തിന്റെ ഒന്നാം പേജ് സാധാരണ വാർത്തകൾ അറിയിക്കാനുള്ളതാണ്. എന്നാൽ അന്നേ ദിവസത്തെ മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ ഏതാണ്ട് മുഖപ്രസംഗത്തിന്റെ സ്വഭാവമാണ് പുലർത്തിയത്. ഏകപക്ഷീയമായി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയെ വാനോളം പുകഴ്ത്തുകയും മൂന്നാം തവണയും ജനം അധികാരത്തിലേറ്റിയ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്ത സമീപനം മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ്. പാർലമെന്ററി മര്യാദകളെല്ലാം ലംഘിച്ച് ഒന്നാം ദിനം രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയ ചർച്ച അനുവദിക്കാതിരുന്ന, ചർച്ചയിൽ പങ്കെടുത്ത് ഹിന്ദു സമൂഹത്തെ ആകെ അവഹേളിക്കുകയും അസത്യങ്ങളുടെ കൂമ്പാരം തുറന്നടിക്കുകയും ചെയ്ത രാഹുൽ ഗാന്ധി എന്ന അപക്വമതിയായ രാഷ്ട്രീയക്കാരന് ഒന്നാം പേജിൽ നന്ദി രേഖപ്പെടുത്തിയതിലൂടെ മാതൃഭൂമി അരാജകവാദികളുടെ പക്ഷത്താണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. മുഖ്യ വായനക്കാരായ ഭൂരിപക്ഷ സമുദായത്തെ ആകെ അവഹേളിച്ചയാൾക്ക് നന്ദി പറഞ്ഞതിലൂടെ ആ സമൂഹത്തോടുള്ള നിലപാടും താങ്കളുടെ സ്ഥാപനം വ്യക്തമാക്കി. മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ നിന്ന് തന്നെ രാഹുലിന്റെ വാക്കുകൾ ഉദ്ധരിക്കട്ടെ. ഹിന്ദുക്കൾ എന്ന് സ്വയം വിളിക്കുന്നവർ മുഴുവൻ സമയവും അക്രമത്തിലും വിദ്വേഷത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ഇത് പറഞ്ഞയാൾക്കാണ് മാതൃഭൂമിയുടെ നന്ദി. മാതൃഭൂമി എഡിറ്റോറിയൽ ടീമിനെ അഭിമാനത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, ഞാൻ ഹിന്ദുവാണ്. അക്രമവും വിദ്വേഷവും എൻ്റെ പാതയല്ല. പക്ഷേ എൻ്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നവരോട് സഹകരിച്ചു പോകാൻ സാധിക്കുകയുമില്ല. 2016 പ്രവാചക നിന്ന ആരോപിച്ച് താങ്കളുടെ പത്രത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. അന്ന് നിങ്ങൾ മാപ്പ് പറഞ്ഞു. അത്തരം സമ്മർദ്ദങ്ങളും ഭീഷണികളും ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഉണ്ടാവില്ല. കാരണം ഹിന്ദുമതം അഹിംസയുടെയും സഹിഷ്ണുതയുടെയും മതമാണ്. സത്യവും ധാർമ്മികവുമായ പാത. 1923 മാർച്ച് 18 ഒന്നാം ലക്കത്തിലെ മാതൃഭൂമി മുഖപ്രസംഗത്തിലെ വരികൾ അങ്ങേ ഓർമ്മിപ്പിക്കട്ടെ. അവരവരുടെ ബുദ്ധിക്കും പ്രാപ്തിക്കും അധ്വാനത്തിനും അനുസരിച്ചുള്ള ഫലം യാതൊരു തടസ്സവും കൂടാതെ അനുഭവിക്കാൻ ആർക്കും സാധിക്കണം. അതിനെ കുറയ്ക്കുവാനോ ഇല്ലാതാക്കുവാനോ മനുഷ്യന്റെ സ്വാഭിമാനത്തെ ക്ഷയിപ്പിക്കുവാനോ നശിപ്പിക്കുവാനോ ഉള്ള അരാജക സമ്പ്രദായങ്ങളോ നിബന്ധനകളോ മനുഷ്യവർഗത്തിന്റെ അഭിവൃദ്ധിക്ക് പറ്റാത്തതാകിയാൽ അവയെ തീരെ അകറ്റണം. നരേന്ദ്രമോദി സർക്കാരിന്റെ 10 വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണ് മൂന്നാം വട്ടവും തുടർച്ചയായി ഈ രാജ്യത്തെ ജനം അധികാരത്തിലേറ്റിയത് എന്ന് മാതൃഭൂമി മറന്നു. ഹിന്ദു സമൂഹത്തിന്റെ സ്വാഭിമാനത്തെ ക്ഷയിപ്പിക്കാനും നശിപ്പിക്കുവാനുമുള്ള ശ്രമത്തിനൊപ്പവുമാണ് ഇന്നത്തെ മാതൃഭൂമി എന്നതിനാൽ നിങ്ങൾക്കൊപ്പമുള്ള യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു എന്നാണ് വി. മുരളീധരൻ കത്തിൽ പറയുന്നത്. നിലവിൽ മാതൃഭൂമിയിലെ വാർത്തയിൽ ബി.ജെ.പി. നേതൃത്വം ഒന്നടങ്കം പത്രത്തിന്റെ നിലപാടിനെതിരെ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. മാതൃഭൂമിയുടെ ദേശീയ പാരമ്പര്യം ഉയർത്തിക്കാട്ടിയാണ് നേതാക്കൾ പത്രത്തിന്റെ മുൻവശത്തെ താളിൽ വന്ന വാർത്തയെ വിമർശിക്കുന്നത്. ഒന്നാം പേജിൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് നന്ദി പറഞ്ഞതാണ് ബി.ജെ.പി. നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. ഇപ്പോൾ ബി.ജെ.പി. ഒന്നടങ്കം പത്രം ബഹിഷ്കരിക്കുന്ന ഘട്ടത്തിലാണ്.